ഹരി ഓം. ഉദ്ധവഗീതയിൽ ഭഗവാൻ ഉദ്ധവന് നൽകുന്ന ആത്മോപദേശം ശ്രദ്ധിക്കാം. കാല ആത്മാഗമോ ലോക സ്വഭാവോ ധർമ്മയേവ ച ഇതി മാം ബഹുധാ പ്രാഗുർഗുണവ്യതികരേ സതി. ഈ ലോകം അനിത്യമെന്ന് മാത്രമല്ല, മായാമയവുമാകുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് നാരായണീയം ദശകം 94 തത്വജ്ഞാനോൽപ്പത്തി. വൃത്തം ശ്രദ്ധര. ശ്ലോകം 1. ശുദ്ധാ നിഷ്കാമധർമ്മൈ പ്രവരഗുരുഗിരാ തത്സ്വരൂപം പരം തേ ശുദ്ധം ദേഹേന്ദ്രിയാദി വ്യപഗതമഖില വ്യാപ്തമാവേദയന്തേ നാനാത്വസ്ഥൗല്യകാർഷ്യാദിദു ഗുണജവബു സംഗതോധ്യാസിതം തേ വന്നേർദാരുപ്രഭേദേ ശിവമഹദണുതാ ദീപ്തതാ ശാന്തതാദീ. ശുദ്ധ നിഷ്കാമധർമ്മൈ, പരിശുദ്ധരായവർ ഫലേച്ഛ കൂടാതെ ചെയ്യുന്ന കർമ്മങ്ങളാൽ, പ്രവര ഗുരുഗിര, ഗുരുശ്രേഷ്ഠന്മാരുടെ ഉപദേശമനുസരിച്ച്, തത് സ്വരൂപം, അങ്ങയുടെ സ്വരൂപത്തെ, പരം തേ, അങ്ങയുടെ പരബ്രഹ്മാത്മകമായ, ശുദ്ധം, ശുദ്ധവും, ദേഹേന്ദ്രിയ ആദി വ്യപഗതം, ദേഹം, ഇന്ദ്രിയം ഇവയിൽ നിന്ന് വേറിട്ടതും, അഖില വ്യാപ്തം, എല്ലായിടത്തും വ്യാപിച്ചിട്ടുള്ളതുമായി, ആവേദയന്തേ, അറിയപ്പെടുന്നു, നാനാത്വ, നാനാപ്രകാരത്തിൽ, സ്ഥൗല്യ കാർഷ്യ ആദി, സ്ഥൂല്യത കൃഷ്യത ആദിയായവ, തു ഗുണജവപു സംഘതോ, ഗുണങ്ങളിൽ നിന്നുണ്ടായ, വപുസ് ശരീരവുമായുണ്ടായ സംഗമത്താൽ, അധ്യാസിതം തേ, അങ്ങയിൽ കൽപ്പിക്കപ്പെടുന്നതാകുന്നു. വന്നേർ ദാരുപ്രഭേദേഷു ഇവ, അഗ്നിക്ക് മരത്തിന്റെ വ്യത്യാസങ്ങളെ എന്ന പോലെ, മഹത്, അണുത, ദീപ്തത, ശാന്തത ആദി, വലുപ്പം, ചെറുപ്പം, ഉജ്ജ്വലഭാവം, ശാന്തഭാവം മുതലായവ കൊണ്ടുണ്ടാകുന്ന പ്രകാരഭേദങ്ങൾ എന്ന പോലെ. ശ്ലോകാർത്ഥം. നിഷ്കാമ കർമ്മങ്ങളാൽ ശുദ്ധരായവർ ശ്രേഷ്ഠരായ ഗുരുവചനമനുസരിച്ച് അങ്ങയുടെ ശുദ്ധവും ദേഹേന്ദ്രിയങ്ങളിൽ നിന്ന് വേർപെട്ട അഖണ്ഡവ്യാപ്തമായ ആ ബ്രഹ്മാത്മകമായ സ്വരൂപത്തെ അറിയുന്നു. അങ്ങയുടെ നാനാത്വം, സ്ഥൗല്യത, കൃശത എന്നീ ഗുണങ്ങൾ, വിറകിൻ തടിയുടെ വലിപ്പ വ്യത്യാസത്താൽ അഗ്നിക്കുണ്ടാകുന്ന വ്യാപ്തത, അണുത, ദീപ്തത, ശാന്തത എന്നിവ പോലെ ഗുണജങ്ങളായ വപുസുകളുമായുള്ള ചേർച്ച നിമിത്തം കൽപ്പിതമാകുന്നു. ഒരു ചുള്ളിക്കമ്പിൽ നിന്ന് കത്തുന്ന അഗ്നിക്കും വലിയ ഒരു തടിയിൽ നിന്ന് കത്തുന്ന അഗ്നിക്കും അതിന്റെ വ്യാപ്തിയിലും തീക്ഷ്ണതയിലും വ്യത്യാസമുണ്ട്. അതുപോലെയാണ് പരബ്രഹ്മസ്വരൂപിയായ ഭഗവാന് നാനാത്വം ശരീരബന്ധം കൊണ്ട് ആരോപിക്കപ്പെടുന്നത്. വിറകും തീയും വ്യത്യസ്തമാണ്, അതുപോലെ ദേഹവും ദേഹിയും വ്യത്യസ്തം. ശ്ലോകം 2. ആചാര്യാഖ്യാധരസ്താരണി സമനുമിളത് ശിഷ്യരൂപോത്തരാരണി ആവേദോദ്ഭാസിതേന സ്ഫുടതര പരിബോധാഗ്നിനാ ദഹ്യമാനേ കർമാളി വാസനാതത് കൃതതനുഭുവന ഭ്രാന്തികാന്താരപൂരേ ദാഹ്യാഭാവേന വിദ്യാശിഖിനി ച വിരതേ ത്വന്മയീ ഖല്വബസ്താ. ആചാര്യ ആഖ്യ, ആചാര്യൻ എന്നു പേരായ, അധരസ്ഥ അരണി, അധരസ്ഥമായ അരണിയോട്, യാഗത്തിന് അധരാരണിയും ഉത്തരാരണിയും
കൂട്ടിക്കടഞ്ഞിട്ടാണ് അഗ്നി പ്രജ്വലിപ്പിക്കുന്നത്. സമനുമിള സമ്യക്കായി ചേർന്ന് ശിഷ്യരൂപ ഉത്തര അരണി, ശിഷ്യരൂപമാകുന്ന ഉത്തര അരണി ആവേദനം ചെയ്ത് മതനം ചെയ്ത് ഉദ്ഭാസിതേന കത്തിജ്വലിച്ചതായ സ്ഫുടമായ പരിബോധാഗ്നിന പരിബോധമാകുന്ന ജ്ഞാനമാകുന്ന അഗ്നിയാൽ ദഹ്യമാനെ ദഹിച്ചു തീരുമ്പോൾ കർമാളി കർമ്മസമൂഹത്തിൽ നിന്ന് വാസന തത്കൃത വാസനകളും അതിൽ നിന്നുണ്ടാകുന്ന തനുഭുവന ശരീരമാകുന്ന ഭുവനത്തെപ്പറ്റി ഭ്രാന്തി കാന്താരപൂരേ ഭ്രാന്തിയാകുന്ന വനമാകെ ദാഹ്യാഭാവേന ദഹ്യമായതിന്റെ എല്ലാം അഭാവത്തിൽ കർമ്മവാസനയുടെ ദേഹലോക ഭ്രാന്തിയാകുന്ന വനമാകെ കത്തിത്തീരുമ്പോൾ വിദ്യാശിഖിനി ജ്ഞാനമാകുന്ന അഗ്നി ക്ഷവിരതേ അടങ്ങുമ്പോൾ തന്മയി ഭഗവത് സ്വരൂപമായി ഖല്വവസ്ഥ അവസ്ഥയുണ്ടാകുമല്ലോ. ശ്ലോകാർത്ഥം: ആചാര്യനാകുന്ന കീഴ് അരണിയോട് സമ്യക്കായി ചേരുന്ന ശിഷ്യനാകുന്ന ഉത്തരാരണിയുടെ മദനം കൊണ്ട് ഉരസൽ കൊണ്ട് കത്തിജ്വലിക്കുന്നതായ ഏറ്റവും സ്ഫുടമായ ജ്ഞാനാഗ്നിയാൽ കർമ്മസമൂഹത്തിൽ നിന്നുണ്ടായ വാസനകളും അതിൽ നിന്നുടലെടുത്ത ആ ശരീരമാകുന്ന ഭുവനത്തെപ്പറ്റിയുള്ള മിഥ്യാധാരണയുടെ വനമാകെ ദഹിച്ചു തീരുമ്പോൾ ഇനിയും ദഹ്യമഹാനുള്ളതിന്റെ അഭാവത്തിൽ ജ്ഞാനാഗ്നി തനിയെ അടങ്ങുന്നു. അപ്പോൾ ഭഗവാന്റെ സ്വരൂപം മാത്രമായ അവസ്ഥ ഉണ്ടാകുമല്ലോ. ഇവിടെ ഗുരുശിഷ്യ ബന്ധമാണ് വിഷയം. ആചാര്യാരണിയും ശിഷ്യാരണിയും കൂടി ഘർഷിക്കുമ്പോൾ ജ്ഞാനമാകുന്ന അഗ്നി ഉയർന്നു പൊങ്ങും. ഇതിൽ കർമ്മവാസനകൾ ദഹിച്ച് ഇല്ലാതാകും. പിന്നെ ഭഗവാൻ തന്നെ രൂപമായ അവസ്ഥ. ഭാഗവതം ഏകാദശ സ്കന്ധം അധ്യായം 10 12 പദ്യം ശ്രദ്ധിക്കുക. ഭഗവത്ഗീത അധ്യായം 4 37 ശ്ലോകം ശ്രദ്ധിക്കുക. ശ്ലോകം 3. ഏവം ത്വത്പ്രാപ്തിദോന്യോ നഖി ഖലു നിഖില ക്ലേശഹാനേരുപായോ നൈകാന്താത്യന്തികാസ്തേ കൃഷിവദഗദ ഷഡ്ഗുണ്യഷഡ്കർമ്മയോഗാഃ ദുർവൈകല്യൈരകല്യ അഭിനിഗമപഥാഃ തത്ഫലാന്യപ്യവാപ്ത മത്താസ്ത്വം വിസ്മരന്ത പ്രസജതി പതനേ യാന്ത്യനന്ദാൻ വിഷാദാൻ. ഏവം ത്വത്പ്രാപ്തിധോ, ഇങ്ങനെ അങ്ങയെ പ്രാപിക്കുന്നതിനേക്കാൾ അന്യ നഹി ഖലു, അന്യമായ മാർഗമൊന്നുമില്ല. നിഖില ക്ലേശഹാനേർ, എല്ലാ ക്ലേശങ്ങളെയും നശിപ്പിക്കുന്നതിന് ഉപായോ, ഉപായം ന ഏകാന്ത, ഏകാന്തികങ്ങൾ അല്ല. ന ആത്യന്തികാസ്ഥേ, ആത്യന്തികങ്ങളും അല്ല. കൃഷിവത്, കൃഷി എന്ന പോലെ ഏകാന്തികങ്ങളോ ആത്യന്തികങ്ങളോ ആയല്ല വർത്തിക്കുന്നത്. അഗത ഷഡ്ഗുണ്യ, അഗതങ്ങൾ ഷഡ്ഗുണ്യങ്ങൾ. അഗതങ്ങൾ എന്നാൽ രോഗശാന്തിക്ക് ഉപയോഗിക്കുന്ന രത്നങ്ങൾ, ഔഷധങ്ങൾ, മന്ത്രങ്ങൾ എന്നിവയാണ്. ഷഡ്ഗുണ്യങ്ങൾ എന്നാൽ ഐശ്വര്യം, ധർമ്മം, യശസ്, ശ്രീ, ജ്ഞാനം, വൈരാഗ്യം ഇവയാണ്. ഷഡ്കർമ്മ, ഷഡ്കർമ്മങ്ങൾ യജനം, യാചനം, അധ്യയനം, അധ്യാപനം, ദാനം, പ്രതിഗ്രഹം. യോഗ, യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി. ദുർവൈകലേർ, ദുഷ്ടമായ വൈകല്യങ്ങളാൽ. അകല്യ അഭി, അസമർത്ഥങ്ങളും ആകുന്നു. നിഗമപഥാത്, വേദങ്ങൾ നിർദ്ദേശിക്കുന്ന മാർഗങ്ങളിൽ. തൽഫലാനി, അവയുടെ ഫലങ്ങളെ. അഭി, അവാപ്തം, പ്രാപിച്ചിരിക്കുന്നവരും കൂടി. മത്താസ്ത്വം, മതിച്ചവരായി അങ്ങയെ. വിസ്മരന്ത, വിസ്മരിക്കുന്നവരായി. പ്രസജതി, വന്നു ചേരുമ്പോൾ, സംഭവിക്കുമ്പോൾ. പതനേ,
പതിക്കുമ്പോൾ, അധപ്പതനം വന്നു ചേരുമ്പോൾ, യാന്തി അനന്താൻ വിഷാദാൻ, അനന്തമായ വിഷാദങ്ങളെ പ്രാപിക്കുന്നു. ശ്ലോകാർത്ഥം: ഇപ്രകാരം ഭഗവത് പ്രാപ്തിയല്ലാതെ സകലവിധ ക്ലേശങ്ങളും തീർക്കുന്നതിന് വേറെ ഒരു ഉപായവുമില്ല. പ്രസിദ്ധങ്ങളായ അഗത, ഷഡ്ഗുണ്യ, അഷ്ടകർമ്മയോഗങ്ങൾ കൃഷിയെപ്പോലെ നിയമേന ദുഃഖം തീരെ തീർക്കുന്നവയും പിന്നീട് വരാതിരിക്കുന്നവയും അല്ല. വൈദിക മാർഗങ്ങൾ ദുർവൈകല്യങ്ങൾ മൂലം അസമർത്ഥങ്ങളാകുന്നു. ഇനി അവയ്ക്ക് വല്ല വിധത്തിൽ ഫലം ലഭിച്ചാൽ തന്നെയും അതുമൂലം കർമ്മികൾ മത്തന്മാരായി ഭഗവാനെ മറന്നുകളയുകയും പിന്നീട് അവസാനമില്ലാത്ത വിഷാദങ്ങളെ പ്രാപിക്കുകയും ചെയ്യുന്നു. എല്ലാ ദുഃഖങ്ങളുടെയും ശമനത്തിന് ഭഗവത് സമർപ്പണമാണ് ലളിതമായ മാർഗം എന്ന് സ്ഥാപിക്കപ്പെടുന്നു. ശ്ലോകം 4. ത്വത്ലോകാദന്യലോക കൊനുഭയരഹിതോ യത്പരാർദ്ധദ്വയാന്തേ ത്വദ്ഭീതഃ സത്യലോകേ വിന സുഖവസതി പത്മഭൂ പത്മനാഭ ഏവം ഭാവേ ത്വധർമാർജിതബഹുതമസാം കാകഥാ നാരകാണാം തന്മേ ത്വം ചിന്തി ബന്ധം വരദ കൃപണബന്ധോ കൃപാപൂരസിന്ധോ. ത്വദ്ലോകാത് അന്യലോക ഖുനു, അങ്ങയുടെ ലോകത്തെക്കാളും മറ്റൊരു ലോകം എന്താണുള്ളത്? ഭയരഹിതോ, ഭയരഹിതമായിട്ട്, യദ് ഏതൊന്നുകൊണ്ട്, പരാർദ്ധദ്വയ അന്തേ രണ്ട് പരാർദ്ധങ്ങളുടെ അന്ത്യത്തിൽ, ത്വദ്ഭീത അങ്ങയെ ഭയപ്പെട്ടവനായി, സത്യലോകേ അഭി സത്യലോകത്തിൽ പോലും, ന സുഖവസതി സുഖവാസിയായി ഭവിക്കുന്നില്ല. പത്മഭൂ പത്മത്തിൽ ഭൂജാതനായ ബ്രഹ്മാവ്. പത്മനാഭ ഹേ പത്മനാഭ, അലയോ ശ്രീ ഗുരുവായൂരപ്പ. ഏവം ഭാവേ ഇതു ഇങ്ങനെയായിരിക്കെ, അധർമ്മ ആർജിത അധർമ്മം കൊണ്ട് ആർജിച്ച സമ്പാദിച്ച, ബഹുതമസാം അനേകം തമസ്സുകളോടുകൂടിയ പാപങ്ങളോടുകൂടിയ, കഥ കഥ എന്താണ്? നരകാണാം നരകം അർഹിക്കുന്നവർക്ക്, തന്മേ അതിനാൽ എന്റെ, ത്വം ചിന്തി ബന്ധം അങ്ങ് സംസാരബന്ധത്തെ വിച്ഛേദിക്കണമേ. വരദ ഹേ വരം നൽകുന്ന ഭഗവാനെ ശ്രീ ഗുരുവായൂരപ്പ. ക്രമണബന്ധോ ദുഃഖിതർക്ക് ബന്ധുവായവനെ. കൃപാ പൂരസിന്ധോ കാരുണ്യത്താൽ പൂരിതമായ സാഗരമേ. ലോകാർത്ഥം: അല്ലയോ പത്മനാഭ, അങ്ങയുടെ വൈകുണ്ഠലോകമല്ലാതെ ഭയരഹിതമായി മറ്റു ലോകം എവിടെയുണ്ട്? ആ ബ്രഹ്മാവും രണ്ടു പരാർദ്ധകാലത്തിന്റെ അന്ത്യത്തിൽ കാലസ്വരൂപനായ അങ്ങയെ ഭയന്ന് സത്യലോകത്ത് പോലും സുഖമായിരിക്കുന്നില്ല. ഇങ്ങനെയിരിക്കെ അധർമ്മം കൊണ്ട് അനേകം പാപങ്ങൾ ആർജിച്ച് നരകം അറിയിക്കുന്നവരുടെ കഥ എന്താണ്? അതിനാൽ അങ്ങ് വരദനും ദുഃഖിതന്മാരുടെ ബന്ധുവും കരുണാസാഗരവുമായ ഭഗവാനെ, എന്റെ സകല ബന്ധങ്ങളും വിച്ഛേദിക്കണമേ. ദശകം 8. ബ്രഹ്മാവിന്റെ ഒരു ദിനം, പരാർത്ഥം, ആയുഷ്കാലം ഇവ വീണ്ടും ഓർക്കുക. ശ്ലോകം 5. യാഥാർത്ഥ്യാദ് ത്വന്മയസ്യൈവ ഹി മമ ന വിഭോ വസ്തുതോ ബന്ധമോക്ഷൗ മായാവിദ്യാതനുഭ്യാം തവതു വിരചിതൗ സ്വപ്നബോധോപമൗ തൗ ബദ്ധേ ജീവദ്വിമുക്തിം ഗതവതി ച ഭിദാ താവതീ താവദേകോ ഭുങ്ക്തേ ദേഹദ്രുമസ്തോ വിഷയഫലരസാൻ നാപരോ നിർവ്യഥാത്മാ. യാഥാർത്ഥ്യാത് വാസ്തവത്തിൽ, തന്മയസ്യ ഏവ ഹി ഭഗവാനിൽ നിന്ന് വിഭിന്നനല്ലാത്ത, മമ ന വിഭോ വസ്തുതോ ഹേ വിഭോ എനിക്ക് തന്നെ വാസ്തവമല്ല,
ബന്ധമോക്ഷൗ ബന്ധവും മോക്ഷവും മായ അവിദ്യാതനൂഭ്യാം മായയും അവിദ്യയുമായ ശരീരങ്ങളാൽ തവതു വിരചിതൗ അങ്ങയാൽ തന്നെ വിരചിതമാണല്ലോ. സ്വപ്ന ബോധോപമൗഥൗ സ്വപ്നാവസ്ഥയും ബോധാവസ്ഥയും ഇവ രണ്ടും പോലെ ബദ്ധേ ജീവത് വിമുക്തിം ബദ്ധേ ബദ്ധനിലും ജീവത് വിമുക്തിം ഗതവതിച്ച ജീവൻ മുക്തി പ്രാപിച്ചവനിലും ബിദാ താവധീം ഭേദം അത്രയ്ക്കു മാത്രമേ ഉള്ളൂ. താവത് ഏകോ ഒരുവനാകട്ടെ ഭുക്തേ ഭുജിക്കുന്നു, ദേഹദ്രുമസ്ഥോ ദേഹമാകുന്ന വൃക്ഷത്തിലിരുന്നു കൊണ്ട് വിഷയഫല രസാൻ വിഷയ സുഖങ്ങളാകുന്ന ഫലങ്ങളുടെ രസത്തെ ന അപര മറ്റൊരുവൻ അങ്ങനെ ചെയ്യുന്നില്ല. നിർവ്യഥാത്മ വ്യതയില്ലാത്ത ആത്മാവോടുകൂടിയവനായി ഭവിക്കുന്നു. ശ്ലോകാർത്ഥം. ഹേ വിഭോ ശ്രീ ഗുരുവായൂരപ്പ, യഥാർത്ഥത്തിൽ ഭഗവാനിൽ നിന്ന് അഭിന്നനായ എനിക്ക് ബന്ധമോ മോക്ഷമോ ഒന്നും ഇല്ല. അവ ഉണ്ടെന്ന് തോന്നുന്നതാകട്ടെ അങ്ങയുടെ മായാവിദ്യയും അവിദ്യയും കൊണ്ട് മാത്രമാകുന്നു. അവ ശരീരത്വം കൊണ്ട് ഉണ്ടാക്കപ്പെടുന്നവയും സ്വപ്ന ജാഗ്രത് അവസ്ഥകളോട് സമാനങ്ങളുമാകുന്നു. ബദ്ധനും മുക്തനും തമ്മിൽ അത്രയ്ക്കേ ഭേദമുള്ളൂ. ഒരുവനാകട്ടെ ശരീരമാകുന്ന വൃക്ഷത്തിൽ സ്ഥിതി ചെയ്ത് അതിലെ വിഷയ ഫലരസങ്ങളെ ഭുജിക്കുന്നു. അപരനാകട്ടെ വിഷയരസാനുഭൂതിയിൽ ആസക്തനല്ലാതെ വ്യതയില്ലാത്ത ആത്മാരാമനായി ബദ്ധനാകുന്നില്ല. ഭാഗവതം ഏകാദശ സ്കന്ധം അധ്യായം 11 5-6 പദ്യങ്ങൾ ശ്രദ്ധിക്കുക. ശരീരമാകുന്ന വൃക്ഷത്തിൽ ഹൃദയമാകുന്ന കൂട്ടിൽ 2 പക്ഷികൾ ഇരിക്കുന്നു. അവരിൽ ഒരുവനായ ജീവൻ ശരീരവൃക്ഷത്തിലെ കർമ്മഫലങ്ങൾ പ്രാരബ്ധാനുസരണം അനുഭവിക്കുന്നു. ഇതരൻ ഈശ്വരാംശം ജന്മവിമുക്തനാകയാൽ കർമ്മഫലം ഭുജിക്കുന്നില്ല. ഒരു പക്ഷി ഉണ്ടുകൊണ്ടിരിക്കുന്നു, മറ്റു പക്ഷി കണ്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഉണ്ടവനല്ല ബലവാൻ, അവൻ അല്പാനന്ദം അനുഭവിക്കുന്നു. കണ്ടുകൊണ്ടിരിക്കുന്ന പരബ്രഹ്മസ്വരൂപൻ ഒന്നിലും തന്നെ ബദ്ധനാകാതെ പരമാനന്ദം നുകർന്നുകൊണ്ടിരിക്കുന്നു. ശ്ലോകം 6. ജീവൻ മുക്തത്വമേവം വിധമിതി വജസാ കിം ഫലം ദൂരദൂരേ തന്നാമാ ശുദ്ധബുദ്ധേർ ന ച ലഘുമനസ ശോധനം ഭക്തിതോന്യർ തന്മേ വിഷ്ണോ കൃഷിഷ്ടാസ്ത്വയി കൃതസകല പ്രാർപ്പണം ഭക്തിഭാരം യേന സ്യാമംക്ഷു കിഞ്ചേത് ഗുരുവചനമിള ത്വത്പ്രബോധസ്ത്വദാത്മാ. ജീവൻ മുക്തത്വം ജീവൻ മുക്തന്റെ അവസ്ഥയെ ഏവം വിധം ഇതി ഇങ്ങനെയുള്ളതാണ് എന്ന് വജസാ കിം ഫലം വാക്കുകൊണ്ട് പറഞ്ഞിട്ടെന്തു ഫലം ദൂരദൂരേ തത് നാമ അങ്ങയുടെ നാമം ദൂരദൂരെയാണല്ലോ. അശുദ്ധ ബുദ്ധർ ചിത്തം ശുദ്ധമല്ലാത്തവന് ചിത്തശുദ്ധി ഇല്ലാത്തവന് ന ച ലഘു അത് എളുപ്പമുള്ളത് അല്ല. മനസ്സശോധനം മനസ്സിനെ ശുദ്ധമാക്കുന്നതായി ഭക്തിയതോ അന്യത് ഭക്തിയല്ലാതെ മറ്റൊന്നില്ല. തത്മേ അതിനാൽ എനിക്ക് വിഷ്ണു ഹേ വിഷ്ണു ഭഗവാനെ ഋഷിഷ്ട ഉണ്ടാക്കണമേ. ത്വയി കൃത സകല പ്രാർപ്പണം അങ്ങയിൽ സർവ്വതും അർപ്പിച്ചുകൊണ്ടുള്ള ഭക്തിഭാരം ദൃഢമായ ഭക്തി യേനസ്യാം അതൊന്നുകൊണ്ട് ഭവിക്കുന്നുണ്ട്. മക്ഷു വേഗത്തിൽ കിഞ്ചിത് ഗുരുവചനമിളത് അല്പം ഗുരുവചനം കൊണ്ട് ഗുരോപദേശം കൊണ്ട് ത്വത്പ്രബോധ ഭഗവത് തത്വജ്ഞാനം നേടി ത്വദാത്മാ ഭഗവാന്റെ ആത്മാവായി മുക്തനായി തീരാം. ശ്ലോകാർത്ഥം. ജീവൻ മുക്തന്റെ അവസ്ഥ ഇപ്രകാരമാണെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം എന്ത് ഫലം? അന്ധകരണം ശുദ്ധമല്ലാത്തവന്
അത് ബഹുദൂരത്തിലാണല്ലോ. ഭക്തിയല്ലാതെ മനസ്സിനെ ശോധനം ചെയ്യുന്നതിന് എളുപ്പമുള്ള മറ്റൊന്നില്ല. അതിനാൽ ഹേ വിഷ്ണുവേ, ഭഗവാനെ, അങ്ങയിൽ എല്ലാം സമർപ്പിച്ചുകൊണ്ടുള്ള ഭക്തി ഉണ്ടാക്കിത്തരണമേ. ഏതൊന്നുകൊണ്ട് വേഗത്തിൽ ചുരുങ്ങിയ ഗുരുവചനം കൊണ്ട് അങ്ങയെക്കുറിച്ചുള്ള തത്വജ്ഞാനം ഉണ്ടാകുമോ? അതു നേടി ഭഗവാനോട് ഐക്യം പ്രാപിച്ച് ഞാൻ മുക്തനായിത്തീരാം. ഭഗവാനും ഭക്തനും ഒന്നായിത്തീരാനും അതിനുള്ള ദൃഢഭക്തി ഉണ്ടാകാനും ഭട്ടതിരിപ്പാട് പ്രാർത്ഥിക്കുന്നു. ശ്ലോകം 7. ശബ്ദബ്രഹ്മണ്യപീക പ്രയതിതമനസഃ ത്വാം ന ജാനന്തി കേചിത് കഷ്ടം വന്ധ്യശ്രമാസ്തേ ചിരതരമിക ഗാം ബിഭ്രതേ നിഷ്പ്രസൂതീം യസ്യാം വിശ്വാഭിരാമാ സകലമലകര ദിവ്യലീലാവതാരാഃ സച്ചിത് സാന്ദ്രം ച രൂപം തവന നിഗദിതം താം ന വാചം പ്രിയാസം. ശബ്ദബ്രഹ്മണി, ശബ്ദബ്രഹ്മത്തിൽ, വേദത്തിൽ, അഭി ഇഹ ഇവിടെ, പ്രയതിത മനസ പ്രയത്നിക്കുന്ന മനസ്സുള്ളവനാണെങ്കിലും, ത്വാം ന ജാനന്തി അങ്ങയെ അറിയുന്നില്ല, കേചിത് എന്നാൽ ചിലർ, കഷ്ടം വന്ധ്യാശ്രമാധേ നിഷ്ഫലമായി പരിശ്രമിക്കുന്നവരായി, ചിരതരം ഇഹ ദീർഘകാലം ഇവിടെ, ചിരകാലം ഇവിടെ, ഗാം ബിഭ്രതേ പശുവിനെ ചുമക്കുന്നു, നിഷ്പ്രസൂതിം പ്രസവിക്കാത്തതായ, ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളെ ജനിപ്പിക്കാത്തതായ, യസ്യാം ഏതൊന്നിൽ, വിശ്വാഭിരാമ ലോകത്തെയാകെ സന്തോഷിപ്പിക്കുന്ന, സകല മലഹര സകല പാപങ്ങളെയും നശിപ്പിക്കുന്ന, ദിവ്യ ലീലാവതാര ദിവ്യങ്ങളായ ലീലാവതാര കഥകളും, സച്ചിത് സാന്ദ്രം ച രൂപം സച്ചിത് സാന്ദ്രമായ രൂപവും, തവ അങ്ങയുടെ ഭഗവാന്റെ, ന നിഗദിതം പറയപ്പെടുന്നില്ലയോ, താം ന വാചം പ്രിയാസം ആ വാക്കിനെ ഞാൻ ഭരിക്കാതിരിക്കണമേ. ശ്ലോകാർത്ഥം. ഇവിടെ ചിലർ ബ്രഹ്മശബ്ദത്തിൽ പ്രയത്നിക്കുന്ന മനസ്സുള്ളവനാണെങ്കിലും അങ്ങയെ ഭഗവാനെ അറിയുന്നില്ല. ഇവിടെ അവർ പ്രസവിക്കാത്ത പശുവിനെ ദീർഘകാലം ചുമക്കുന്നതുപോലെ നിഷ്ഫലമായി പ്രവർത്തിക്കുന്നവരായി തീരുന്നു. കഷ്ടം. വിശ്വാഭിരാമങ്ങളും അങ്ങയുടെ ദിവ്യങ്ങളായ ലീലാവതാര കഥകളും സച്ചിത് സാന്ദ്രമായ രൂപത്തെയും പ്രകീർത്തിക്കാത്ത വാക്കിനെ ഞാൻ ഒരിക്കലും ഭരിക്കാനിടവരുത്തരുതേ ഭഗവാനേ ശ്രീ ഗുരുവായൂരപ്പ. ഭക്തിയുടെ സത്സംഗ സംസർഗം മാത്രമേ എനിക്ക് ഉണ്ടാകേണ്ടതായുള്ളൂ എന്ന് വിവക്ഷ. ഭക്തിജനകമല്ലാത്ത ശാസ്ത്രവചനങ്ങളെല്ലാം നിരർത്ഥകം. ശ്ലോകം 8. യോ യാവാൻ യാദൃശോ വാ ത്വമിതി കിമപി നൈവാവഗച്ഛാമി ഭൂമൻ ഏവം ചാനന്യഭാവഃ ത്വദനുഭജനമേവാദ്രിയേ ചൈദ്യവൈരിൻ ത്വല്ലിംഗാനാം ത്വദംഘ്രി പ്രിയജനസദസാം ദർശനസ്പർശനാദിർ ഭൂയാത്മേ ത്വത്പ്രപൂജ നതിനുതി ഗുണകർമാനുകീർത്താദരോപി. യോ യാവാൻ ഏതു രൂപവും ശക്തിയും ഉള്ളവനാണെന്നും അങ്ങ് യാദൃശോവാത്വം ഇതി അങ്ങ് ഏതുവിധം ആണെന്നും കിം അഭി ഒട്ടും തന്നെ ന ഏവ അവഗച്ഛാമി അറിയുന്നതേയില്ല ഭൂമൻ ഹേ ഭൂമൻ ഏവം ച അനന്യഭാവ ഇങ്ങനെയാണെങ്കിലും മറ്റൊന്നിലും ചെല്ലാത്ത ഭാവത്തോടെ ത്വദ് അനുഭജനം ഏവ അങ്ങയുടെ അനുഭജനത്തെ തന്നെ ആദ്രിയെ ആദരിക്കുന്നു ചൈദ്യ വൈര്യൻ ചേതിരാജവൈരി ശിശുപാലന്റെ ശത്രു ത്വദ് ലിംഗാനാം
അങ്ങയുടെ വിഗ്രഹങ്ങളിലും പ്രതീകങ്ങളിലും ത്വത് അംഗ്രി പ്രിയജന സദസാം അങ്ങയുടെ പാദഭക്തന്മാരുടെ സംഘത്തിന്റെ ദർശന സ്പർശനാദി ദർശനം സ്പർശനം ആദിയായവ ഭൂയാത്മേ എനിക്ക് ഭവിക്കേണമേ ത്വത് പ്രപൂജ അങ്ങയുടെ മഹത്തായ പൂജയും നദിനുതി ഗുണകർമ്മ അങ്ങയുടെ നമസ്കാരവും കീർത്തനവും ഗുണങ്ങളുടെയും കർമ്മങ്ങളുടെയും അനുകീർത്തിയ ആദര അഭി അനുകീർത്തനങ്ങളിൽ ആദരവും. ശ്ലോകാർത്ഥം. ഹേ വിഭുവായ ശ്രീ ഗുരുവായൂരപ്പ, അങ്ങയുടെ രൂപം എന്താണെന്നും അങ്ങയുടെ ശക്തി ഏതുവിധമാണെന്നും ഞാൻ ഒട്ടും തന്നെ അറിയുന്നില്ല. ഇങ്ങനെ ശിശുപാലനെ വധിച്ച് മോക്ഷം നൽകിയവനെ ഈ സ്ഥിതിയിലും മറ്റൊന്നിലും മനസ്സ് പതിക്കാതെ തികഞ്ഞ ശ്രദ്ധയോടെ ഭഗവത് ഭജനത്തെ തന്നെ ഞാൻ ആദരിക്കുമാറാകട്ടെ. അങ്ങയുടെ വിഗ്രഹം മുതലായവയിലും ത്വത്പാദഭക്തന്മാരുടെ ദർശനം സ്പർശനം തുടങ്ങിയവയിലും അങ്ങയുടെ തന്നെ പൂജ നമസ്കാരം സ്തുതി ഗുണകർമ്മങ്ങളുടെ സങ്കീർത്തനം എന്നിവയിലും എനിക്ക് തികഞ്ഞ സമാദരവ് ഉണ്ടാകുമാറാകട്ടെ. ശ്ലോകം 9. യത് ലഭ്യേത തത്തവ സമുപഹൃതം ദേവദാസോസ്മി ദേഹം ത്വദ്ഗേഹോന്മാർജനാദ്യം ഭവതു മമ മുഖു കർമ്മനിർമായമേവ സൂര്യാഗ്നിബ്രാഹ്മണാത്മാദിഷു ലസിതചതുർബാഹുമാരാധയേ ത്വാം ത്വത്പ്രേമാർദ്രത്വരൂപോ മമ സതതമഭിഷ്യന്തതാം ഭക്തിയോഗഃ. യദ്യത് ലഭ്യേത ഏതേതു വസ്തു ലഭിക്കുന്നുവോ തദ്ദത് അതെല്ലാം തവ അങ്ങയുടെ അമുപഹൃതം സമർപ്പണമായി തീരട്ടെ. ദേവാ അല്ലയോ ദേവാ ശ്രീ ഗുരുവായൂരപ്പ, ദാസ അസ്മിൻ തേ അഹം ഞാൻ അങ്ങയുടെ ദാസനായി ഭവിക്കട്ടെ. ത്വദ്ഗേഹ അങ്ങയുടെ ഭവനം ക്ഷേത്രം ആദിയായവ ഉന്മാർജനാദ്യം അടിച്ചുവാരി വൃത്തിയാക്കുക. ഭവതു മമ മുഹു എനിക്ക് വീണ്ടും വീണ്ടും ഭവിക്കട്ടെ. കർമ്മ നിർമായം ഏവ കർമ്മങ്ങൾ നിർവ്യാജമായി. സൂര്യ അഗ്നി ബ്രാഹ്മണ ആത്മാദിഷു സൂര്യൻ അഗ്നി ബ്രാഹ്മണൻ ആത്മാവ് ആദികളിൽ ലസിത ചതുർബാഹും പ്രകാശിക്കുന്ന ചതുർബാഹുവായി ആരാധയേ ത്വം അങ്ങയെ ആരാധിക്കുന്നു. പ്രേമാദ്രത്വരൂപോ അങ്ങയിലുള്ള പ്രേമം മൂലം ആർദ്ര രൂപമായ മമ സതതം എനിക്ക് എപ്പോഴും അഭ്യഷിന്ധതാം ഒഴുകുമാറാകട്ടെ. ഭക്തിയോഗഃ ഭക്തിയോഗം. ശ്ലോകാർത്ഥം. ഹേ ദേവ ശ്രീ ഗുരുവായൂരപ്പ, ഏതേതു വസ്തുക്കൾ എനിക്ക് ലഭിക്കുന്നുവോ അതെല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞാൻ അങ്ങയുടെ ദാസനാകുന്നു. ഭഗവത് ഗേഹങ്ങളായ ക്ഷേത്രങ്ങളും മറ്റും തൂത്തുവൃത്തിയാക്കുന്ന കർമ്മങ്ങൾ നിർവ്യാജമായി വീണ്ടും എനിക്ക് ചെയ്യാൻ കഴിയുമാറാകട്ടെ. സൂര്യൻ അഗ്നി ബ്രാഹ്മണൻ ആത്മാവ് എന്നിവയിൽ പ്രകാശിക്കുന്ന ചതുർബാഹുവായ ഭഗവാനെ ഞാൻ പൂജിക്കുന്നു. അങ്ങയെ ഭഗവാനിലുള്ള പ്രേമം കൊണ്ട് ആർദ്രരൂപമായ ഭക്തിയോഗം എന്നിൽ എപ്പോഴും നിർഗളമായി പ്രവഹിക്കുമാറാകട്ടെ. ശ്ലോകം 10. ഐക്യം തേ ദാനഹോമബ്രതനിയമതപസാഖ്യയോഗൈർദുരാപം ത്വത്സംഗേനൈവ ഗോപ്യ കില സുഹൃദിതമാ പ്രാപുരാനന്ദസാന്ദ്രം ഭക്തേഷ്വന്യേഷു ഭൂയസ്വപി ബഹുമനുഷേ ഭക്തിമേവ ത്വമാസാം തന്മേ ത്വദ്ഭക്തിമേവ ദൃഢയ ഹരഗതാൻ കൃഷ്ണവാതാലയേശ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഐക്യം തേ ഭഗവാനുമായുള്ള ഐക്യം
തന്മയീഭാവം ഏകഭാവം. ദാന ഹോമ വ്രത നിയമ തപ സാഖ്യയോഗേർ. ദാനം, ഹോമം, വ്രതം, നിയമം, തപസ്, സാഖ്യയോഗം എന്നിവയാൽ ദുരാഭം കിട്ടുവാൻ പ്രയാസമുള്ളതാണ്. തത്സംഖ്യേന ഏവ അങ്ങയുടെ സംഘം കൊണ്ട് തന്നെ ഗോപ്യഃ ഗോപികമാർ കില സുകൃതിതമാ സുകൃതികൾ തന്നെയായി പ്രാഭൂർ പ്രാപിച്ചു. ആനന്ദസാന്ദ്രം സാന്ദ്രമായ ആനന്ദത്തെ ഭക്തേഷു ഭക്തന്മാരിൽ അന്യേഷു അന്യരായ ഭൂയസ്വപി വളരെ ഏറെയുള്ളവരും ബഹുമനുഷ്യേ ബഹുമാനിക്കുന്നു. ഭക്തിം ഏവ ഭക്തിയെ തന്നെ. ത്വം ആസാം അങ്ങ് ഇവരുടെ തന്മേ ത്വദ്ഭക്തിം ഏവ അതുകൊണ്ട് എനിക്ക് അങ്ങനെയുള്ള ഭക്തിയെ തന്നെ ദൃഢയ ദൃഢമാക്കേണമേ. ഹരഗതാൻ രോഗങ്ങളെ നശിപ്പിക്കണമേ. കൃഷ്ണ വാതാലയേശ. കൃഷ്ണ ശ്രീ ഗുരുവായൂരപ്പ. ശ്ലോകാർത്ഥം. ഹേ കൃഷ്ണ ശ്രീ ഗുരുവായൂരപ്പ, ദാനം, ഹോമം, നിയമം, തപസ്, സാഖ്യം, യോഗം എന്നിവ കൊണ്ട് മാത്രം അങ്ങയുമായുള്ള ഐക്യം കിട്ടുക അത്ര എളുപ്പമല്ല. ഗോപികമാർ ഭഗവാന്റെ സംഘം കൊണ്ട് തന്നെ ആനന്ദസാന്ദ്രമായ ഭഗവത് ഐക്യം പ്രാപിച്ചു. അവർ സുഹൃതികൾ തന്നെ. അങ്ങ് വളരെയേറെയുള്ള മറ്റു ഭക്തരെക്കാൾ ഇവരുടെ ഭക്തിയെ ബഹുമാനിക്കുന്നു. അതിനാൽ എനിക്ക് അങ്ങയിലുള്ള ഭക്തി ദൃഢീകരിക്കണമേ. എന്റെ രോഗങ്ങളെ ദൂരീകരിക്കണമേ. തന്മേ ത്വദ്ഭക്തിമേവ ദൃഢയ ഹരഗതാൻ കൃഷ്ണ വാതാലയേശ. തന്മേ ത്വദ്ഭക്തിമേവ ദൃഢയ ഹരഗതാൻ കൃഷ്ണ വാതാലയേശ. ശ്രീ ഗുരുവായൂരപ്പ ശരണം.